ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. മലയാള സംഗീത ചലച്ചിത്ര രംഗത്ത് കർക്കശക്കാരനായ ഒരു കാരണവർ നമുക്കുണ്ട്. ദേവരാഗങ്ങളുടെ രാജശില്പി ദേവരായ മാഷ്. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഇപ്പം ഞാൻ പാടിയത്. ഈ ഒരു പാട്ടിൻ്റെ 2 വരികൾ കേൾക്കുമ്പോൾ തന്നെ ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അതുപോലെ ഓരോ പാട്ടുകൾക്കും ഉണ്ട് കുറേ കഥ പറയാൻ. അതുപോലെ ഓരോ കഥകൾക്കും ചിലപ്പോൾ ഉണ്ടാവും പാട്ട് പാടാനും. അത് തന്നെയാണ് ഞങ്ങളുടെ കഥ പറയും പാട്ട് എന്ന ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേവരായ മാഷിൻ്റെ ഈ ഒരു പാട്ട് പാടി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകളുടെ പ്രത്യേകതയും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ട് എടുക്കുമ്പോഴും ആ പാട്ടുകൾക്ക് എപ്പോഴും ആ സംഗീതത്തിനേക്കാൾ കൂടുതലും അതിൻ്റെ വരികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗീതമാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഈ ഒരു പാട്ടിലെ നീർമണി വീണുടഞ്ഞു എന്ന് പറയുന്ന ആ ഒരു ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് ആസ്വദിച്ചിട്ടുള്ളവർക്കറിയാം എന്തോ നമ്മുടെ ഹൃദയത്തിൽ എന്തോ ഒരു ഉടഞ്ഞു വീഴുന്ന ഒരു ഫീലിംഗ് ആണ് ശരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നുള്ളൊരു പാട്ട്, ശരിക്കും ഒരു അമ്മ കുഞ്ഞിനെ ഉറക്കുമ്പോൾ ആ കുയിലിനോട് പറയാണ് ഒന്ന് ശബ്ദം കുറച്ചൊന്ന് പാടുമോ. ആ പറയുമ്പോൾ തന്നെ ആ കുഞ്ഞ് ഉണരരുതേ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ. എനിക്ക് തോന്നുന്നു ഓരോ മലയാളികളെയും സംഗീതത്തിലോട്ട് കൂടുതൽ ചേർത്ത് നിർത്താൻ സഹായിച്ച ഒരു സംഗീതജ്ഞൻ ആണ് ദേവരായ മാഷെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പാട്ടിലോട്ട് നമ്മൾ പെട്ടെന്ന് കണക്റ്റ് ആവും. എന്തായാലും കഥ പറയും പാട്ടുകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഈ ഒരു എപ്പിസോഡിൽ അദ്ദേഹത്തിനെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ നമുക്ക് കുറച്ച് കഥകൾ കേൾക്കാം.